ന്യൂസ് ടെൻസിലേക്ക് വീണ്ടും അർജുനായുള്ള തെരച്ചിൽ അത് ശിരൂരിൽ അല്പസമയത്തിനകം ആരംഭിക്കും. സോണാർ പരിശോധന വഴി ആദ്യം ലോറി ലൊക്കേറ്റ് ചെയ്യുന്നതായിരിക്കും ആദ്യ ദൌത്യവും പരിശ്രമവും. KV ബൈജു അവിടെ തുടരുന്നുണ്ട്. ബൈജു, ഇപ്പോൾ ഈ മുങ്ങൽ വിദഗ്ധൻ TK ഉണ്ണി പറഞ്ഞൊരു കാര്യമുണ്ട്. കംപ്രസർ ഉപയോഗിച്ച് അവിടെ നിന്നുള്ള മഡ് ആദ്യം ചെളി ആദ്യം നീക്കം ചെയ്യണം. അതിനുശേഷം മാത്രമേ ഒരു ഡൈവിംഗ് എക്സ്പേർട്ടിന്റെ മുങ്ങൽ വിദഗ്ധന്റെ സഹായം തേടാൻ കഴിയൂ. കാരണം അത്രമാത്രം ചെളി ഇങ്ങനെ കൂടിക്കിടക്കുകയാണ്. ആ ലോറി ആ ചെളിക്കുള്ളിലാണെങ്കിൽ ഒരു സാധാ ഡ്രൈവർക്ക് പോയി കൈകൊണ്ട് നീക്കം ചെയ്യാൻ മാത്രമുള്ള ചെളിയല്ലല്ലോ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കംപ്രസറൊക്കെ എത്തിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. എന്തെങ്കിലും മെഷീനറീസ് അവിടെയുണ്ട്? ഇതുവരെ ഞാൻ ആ ദൃശ്യങ്ങളൊന്നും ഒരു മെഷീനറി പോലും കണ്ടില്ല. അതുകൊണ്ടാണ് ചോദിച്ചത്. എന്തോ അല്പസമയത്തിനകം തന്നെ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഈ കാർവാറിൽ നിന്നും ഇവിടെ എത്തുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അവിടെ നിന്നുള്ള ചില അനുവാദങ്ങൾ കിട്ടാനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉപകരണങ്ങളെല്ലാം തയ്യാറാണ്. അതുമാത്രമല്ല 6ഓളം മുങ്ങൽ വിദഗ്ധരും ഇങ്ങോട്ടേക്ക് ഇനി പുറപ്പെടാനുണ്ട്. ആ സംഘമെല്ലാം എത്തിയതിനു ശേഷം മാത്രമേ ഈ തിരച്ചിൽ നടപടികളുമായി മുന്നോട്ട് പോകൂ. എന്തായാലും ഇന്ന് തന്നെ തിരച്ചിൽ ഉണ്ടാകും, തിരച്ചിൽ തുടരുമെന്ന കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം നാവികസേനയുടെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത്യാധുനിക സംവിധാനങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അത് നമുക്ക് ഇവിടെ എത്തിയാൽ മാത്രമേ അറിയാൻ സാധിക്കൂ. അത് ഇതുവരെ എത്തിയിട്ടില്ല. കാർവാറിൽ ഇന്നലെ തന്നെ ഇതെല്ലാം സജ്ജീകരിച്ച് വെച്ചിരുന്നു. ഇന്ന് ചില സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രം. അത് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പുറപ്പെടും എന്ന് തന്നെയാണ് പറയുന്നത്. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മൺതിട്ട ഒന്ന് ഇളക്കി മാറ്റണം എന്ന കാര്യത്തിൽ ഇവിടെ നിന്നുള്ള വിദഗ്ധരും ആ അഭിപ്രായം തന്നെയാണ് ഉയർന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. ഇതാണ് ആ വലിയ കുന്നിടിഞ്ഞ് ഉണ്ടായ ആ മണ്ണ് മുഴുവൻ കൂടിക്കിടക്കുന്ന സ്ഥലം. അവിടെയാണ് ലക്ഷ്മണന്റെ ചായക്കടയുടെ ആ ഭാഗങ്ങളെല്ലാം, അതായത് ടിൻ ഷീറ്റ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ, ഒപ്പം ഈ ടവറിന്റെ ഒരു അവശിഷ്ടങ്ങളും ആ ലോറിയും, ഇത്രയും വസ്തുക്കളാണ് അവിടെ ഉള്ളതായി നേരത്തെ റഡാർ പരിശോധനയിൽ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ആ മേഖല കേന്ദ്രീകരിച്ച് മാത്രമേ ഇനി പരിശോധന നടത്തേണ്ടതുള്ളൂ. അതിൽ മാർക്ക് 4 ആണ് നമ്മുടെ അർജുന്റെ ലോറി ഉള്ള ഒരു സ്ഥലമായി കണ്ടെത്തിയിരിക്കുന്നത്. ആ സ്ഥലത്ത് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇതിൽ മുങ്ങൽ വിദഗ്ധർക്ക് താഴെ എത്തി ലോറി പരിശോധിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. അത് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. കാരണം ചെളിയിൽ പൂണ്ട നിലയിലാണ് ഈ ലോറി ഉള്ളത്. അങ്ങനെയാണെങ്കിൽ സ്റ്റീൽ ഹുക്കിട്ട് ഈ ലോറി കരയിലേക്കോ അല്ലെങ്കിൽ ലിഫ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്കുള്ള സംവിധാനം അതായിരിക്കും ഈ പ്രധാനമായും നടത്തുക. അത് നാവികസേന തന്നെ ചെയ്യും എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ ഈശ്വർ മലപ്പയുടെ സഹായം ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ആവശ്യമില്ല എന്നും അവർ പറയുന്നുണ്ട്. അത്തരത്തിലൊരു ഘട്ടം വന്നാൽ ഈശ്വർ മലപ്പ ഉൾപ്പെടെ പ്രാദേശികമായ ആളുകളെ ഇതിൽ പങ്കെടുപ്പിക്കും, ഉൾക്കൊള്ളിക്കും എന്നാണ് അവർ പറയുന്നത്. നിലവിൽ ഇന്നലെ പരിശോധനയ്ക്കെത്തിയ ഈ നാവികസേനയുടെ സംഘം അവർ വ്യക്തമാക്കുന്നത് ഈ കാര്യത്തിൽ ഇവർ ഇപ്പോഴുള്ള കാർവാറിൽ നിന്നുള്ള നാവികസേനയ്ക്ക് തന്നെ ഈ കാര്യങ്ങളിൽ ചെയ്യാൻ പറ്റുമെന്നാണ്. പക്ഷെ അത് ഇതുവരെ തുടങ്ങിയില്ല, വൈകുന്നു എന്നതാണ് ഏറ്റവും വലിയ ഒരു ആശങ്ക. എന്തുകൊണ്ട് വൈകുന്നു എന്നറിയില്ല. നമ്മൾക്ക് കിട്ടിയ വിവരമനുസരിച്ച് അവിടെ നിന്നുള്ള ചില അനുവാദങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അതിന്റെ താമസം മാത്രമാണ്. ഇത്തരത്തിലുള്ള ഉപകരണങ്ങളെല്ലാം ഇന്നലെ തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇനി ഇങ്ങോട്ടേക്ക് പുറപ്പെടേണ്ട കാര്യമുള്ളൂ. നേരത്തെ തന്നെ ഈ നാവികസേനയുടെ ചില ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിരുന്നു. മറ്റ് സംഘങ്ങൾ എത്തിയാൽ മാത്രമേ ഈ തെരച്ചിൽ തുടരൂ എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാലും നാവികസേനയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നമുക്ക് ലഭിക്കുമോ എന്നും നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഏത് സമയത്തും ആ നാവികസേനയുടെ അംഗങ്ങൾ ഇവിടെ എത്താം. ഇവിടെ പോലീസൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസ് നിയന്ത്രിക്കാനുള്ള പോലീസുകാരൊക്കെ എത്തിയിട്ടുണ്ട്. എല്ലാ ഒരുക്കങ്ങളും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജിതിൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കളും എത്തിയിട്ടുണ്ട്. ഏതായാലും നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ആ നാവികസേനയുടെ ആ തെരച്ചിൽ തന്നെയാണ്. അതിൽ എത്രയും പെട്ടെന്ന് ഈ ലോറി കണ്ടെത്തുകയും ലോറി പുറത്തേക്കെടുക്കാനുള്ള ഒരു ശ്രമം അത് ആരംഭിക്കേണ്ടതുണ്ട്. അത് തന്നെയാണ് ബന്ധുക്കളും ആവശ്യപ്പെടുന്നത്. അതിന് ഇനി താമസം ഉണ്ടാകരുത്. ഏതെങ്കിലും തരത്തിൽ ഈ താമസം ഉണ്ടാകുന്നത് അത് കാലാവസ്ഥ വലിയ തോതിൽ പിന്നീട് ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് പിന്നീട് ഒരിക്കലും നമുക്ക് അർജുനെ അവസാനമായി പോലും ഒരു നോക്ക് കാണാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക്, ദുഃഖകരമായ ഒരു സങ്കടകരമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങും എന്ന ഒരു ആശങ്ക അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള നിലവിലുള്ള ഈ അനുകൂലമായ കാലാവസ്ഥ അത് കൃത്യമായി മുതലെടുത്ത് ഈ പരിശോധന നടത്തണം എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം വളരെ തെളിഞ്ഞ ഒരു വെള്ളം തന്നെയാണ് ഇവിടെ ഈ പുഴയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നീരൊഴുക്ക് അത്രത്തോളം കുറഞ്ഞ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനും അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകാനില്ല. ഒരു പക്ഷേ കൊങ്കൺ മേഖലയിൽ എവിടെയെങ്കിലും മഴ വരികയാണെങ്കിൽ അത് ഈ പുഴയിലേക്കാണ് വലിയ തോതിലുള്ള നീരൊഴുക്കിന് കാരണമാവുക. പിന്നീട് നമുക്ക് ഇനി ദിവസങ്ങൾ വൈകും തോറും ആ ആശങ്ക വർദ്ധിക്കുകയാണ്. ഏതായാലും 29 ദിവസമായിരിക്കുന്നു ഇത്തരത്തിൽ അർജുനെ ലോറിയെയും കാണാതായിട്ട്. ഇനി ആ ലോറിയും അർജുനെയും കണ്ടെത്തേണ്ടത് 6
ഏഴോ തടി കഷ്ണം മാത്രമാണ് ഇതുവരെയായും നമുക്ക് ഈ അർജുന്റെ ലോറിയുടേതെന്ന് പറയുന്നത് ലഭിച്ചിട്ടുള്ളൂ. മറ്റൊരു സാഹചര്യങ്ങളും നമുക്ക് ഇതുവരെ അറിവായിട്ടില്ല. അർജുൻ എവിടെ എന്ന ചോദ്യം നിരന്തരം ഇങ്ങനെ ചോദിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ബന്ധുക്കളൊക്കെ വലിയ സങ്കടത്തിലാണ്. ഇവർ ഇപ്പോഴും അവസാന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ദിവസം വൈകുന്നത് അത് വലിയ തോതിലുള്ള ആശങ്ക വർദ്ധിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ഈ മലയുടെ മണ്ണിടിച്ചിലൊക്കെ ഇപ്പോൾ കുറഞ്ഞ സാഹചര്യങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള അപകടകരമായ ഒരു സാഹചര്യമില്ല. ഏതായാലും ഏത് സമയത്തും നാവികസേനയുടെ സംഘം, അത്യാധുനിക സംവിധാനങ്ങളുള്ള സംഘം ഇവിടെ എത്തും. അതിനായാണ് നമ്മളും ഇവിടെ കാത്തിരിക്കുന്നത്. ഓക്കെ ബൈജു, എന്തായാലും തുടരുക. അവിടെ നമ്മളിനി മനാഫ് ലോറി ഉടമ അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി ഒന്ന് പോവുകയാണ്. ലോറിയല്ല, അർജുനെ കണ്ടെത്തുകയാണ് പ്രധാനമെന്ന് ലോറി ഉടമ മനാഫ് ന്യൂസ് 18 പറഞ്ഞിരുന്നു. അർജുൻ സഹോദരനെ പോലെയാണ്. ഡ്രൈവർ എന്നതിലുപരി തന്റെ ബിസിനസ് കാര്യത്തിൽ പോലും അർജുൻ സ്വാധീനം ചെലുത്തിയിരുന്നുവെന്നും മനാഫ് പറഞ്ഞു. അർജുനായുള്ള രക്ഷാദൌത്യം വീണ്ടും പുനരാരംഭിച്ചതിൽ വലിയ സന്തോഷത്തിലാണ് കുടുംബവും ഒപ്പം ലോറി ഉടമയായ മനാഫും ഒക്കെ. എന്തായാലും ലോറി ഉടമ മനാഫ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ശിരൂരിൽ തന്നെയാണ്. നമുക്ക് എത്രത്തോളം പ്രതീക്ഷയുണ്ട്? ഇപ്പം ഈ പുനരാരംഭിച്ച തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. നമ്മളെ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു പോയിന്. എന്നാലും പിന്നെയും രണ്ടാമത് ഇപ്പം ഇത് തുടരാന്ന് പറയുന്നത് പിന്നെ എല്ലാവരും ശ്രദ്ധയും ഇവിടേക്ക് രണ്ടാമത് വരിക എന്ന് പറയുന്നത് തന്നെ വലിയ കിട്ടലാണ്. സന്തോഷമുണ്ട് ഈ കാര്യത്തിൽ. ഇപ്പം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇത് കാണാൻ തുടങ്ങില്ല. നമുക്ക് ഈ ലോറിക്കകത്ത്, ക്യാമ്പിനകത്ത് അർജുൻ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ, അത് കേരളമൊക്കെ പങ്കുവെക്കുന്നതാണ്. മനാഫ്ക്ക് എന്താണ് അതിൽ? എന്റെ മനസ്സും പറയുന്നത് ലോറിയിലില്ലെങ്കിൽ ഇപ്പം ഈ സമയം കൊണ്ട് കിട്ടേണ്ടതായിരുന്നു. ലോറിയിൽ തന്നെ ഉറങ്ങുകഴിഞ്ഞു. ലാസ്റ്റ് മൂമെന്റിൽ കണ്ട ആള് വരെ പറയുന്നത് വണ്ടിയിൽ കിടന്ന് ഉറങ്ങുമ്പോഴാണ് ഇത് സംഭവിച്ചത്. ലോറി തന്നെ ഉണ്ടാവും, ലോറിയിൽ തന്നെ കിട്ടട്ടെ എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മനാഫിക്കെതിരെ വന്ന വലിയൊരു വിമർശനം ഈ ലോറി കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹം മാത്രമാണ് മനാഫിക്ക്. ഇപ്പോൾ ഇവിടെ രണ്ടുപേർ കൂടി അർജുന് പുറമെ ഇവിടെ അപകടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, കാണാതാവുന്ന സാഹചര്യം ഉണ്ടായിട്ട്. അത് വലിയ തോതിലുള്ള സൈബർ അറ്റാക്ക് ഒക്കെ മനാഫിക്കെതിരെ നേരിട്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൊണ്ടുണ്ട്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് അറിയാത്ത ആളുകളാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. വർഗീയപരമായി തന്നെ പറഞ്ഞു പോകുന്നത്. ഇതെന്താണെന്ന് പറഞ്ഞാൽ ഈ ലോറി കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻഷൂർ കിട്ടാൻ ഇൻഷൂർ എപ്പോഴോ തരാന്ന് പറഞ്ഞു. ഇതിന്റെ എല്ലാ ഡോക്യുമെന്റ്സും എനിക്ക് ഏത് സമയത്ത് പോയാലും ഇവിടുന്ന് കർണാടക അതോറിറ്റിന്റെ ഭാഗത്തുനിന്ന് എന്നോട് ഡിസ്ട്രിക്ട് കളക്ടർ തന്നെ പറഞ്ഞു, മനാഫിന് ആ ഡോക്യുമെന്റ്സ് വാങ്ങിയിട്ട് വേണമെങ്കിൽ പോവാം, ബാക്കി ഇൻഷുറൻസ് അവിടെ ക്ലെയിം ചെയ്യാം. അതിന് ഒരു ലോറി ഉടമ ഇങ്ങനെ ഇവിടെ ദിവസങ്ങളോളം ഇവിടെ നിൽക്കണ്ട. ഞാൻ ഈ ഇൻസിഡന്റ് നടന്നിട്ട് ആകെ 2-3 ദിവസമാണ് വീട്ടിലാകെ തന്നത്. അതന്നെ സുഖമില്ലാതായതുകൊണ്ട്, കാലാവസ്ഥ അങ്ങനത്തെ മോശമില്ലോ. പിന്നെ അത് മുതൽ ഇവിടെ തന്നെ ഉള്ളത്. ഇതിന്റെ ഒരു ആവശ്യവും വണ്ടിന്റെ ആവശ്യമില്ല. അതൊന്നാമത് അർജുനും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താന്നുള്ളത് അറിയാത്ത ആളുകൾ പറയുന്നതാണ്. ആ വേദന അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു വേദനയാണ്. നമ്മളെ വീട്ടിലെ എന്റെ സ്വന്തം അനിയനെ പോലെ തന്നെയാണ് അർജുനും ഞമ്മക്ക്. ഇത്രയും അവനെ പറ്റിയിട്ട് വ്യക്തിപരമായി അറിയാത്ത ആളുകളാണ് ഇതൊക്കെ പറയുന്നത്. എല്ലാവരുമായിട്ട് പെട്ടെന്ന് മിങ്കിളാവുന്ന ആളാണ് അർജുന്. പിന്നെ നമ്മളെ സ്റ്റാഫുകൾ അങ്ങനെയാണ് ഇതാക്കുന്നത്. ഞാൻ ഒന്നുമില്ലാത്തോടത്തുനിന്ന് ഉണ്ടാക്കിയെടുത്തതാണ് ഈ സംരംഭങ്ങൾ മൊത്തം. ഒന്നും ഇല്ലാത്തവിടുന്ന് ഞാനും എൻ്റെ അനിയനും നമ്മളൊരു കൂട്ടുകുടുംബമാണ്. ഈ കുടുംബത്തിലെ അംഗങ്ങളാണ് എൻ്റെ എല്ലാ സ്റ്റാഫുകളും. ഇന്നെ ഈ ലെവലിൽ എത്തിച്ചതിലേക്ക് തിരിച്ച് കൊടുക്കേണ്ട ഒരു സമയമാണിത്. എന്റെ ജോലിക്കാർ ഇന്നെ ഈ ലെവലിൽ ഒരു എന്തെങ്കിലും ഒന്നും ആക്കിയിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ടാണ് നമ്മൾ കഞ്ഞി കുടിച്ച് പോകുന്നത്. എന്റെ കുടുംബം, എന്റെ ജോലിക്കാരെ കൊണ്ട്. അപ്പൊ അവർക്ക് തിരിച്ച് നമ്മൾ കൊടുക്കാൻ ഇപ്പം നിന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും അതിന് സാധിക്കൂല. ഇപ്പോഴാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ എന്റെ ജോലിക്കാർക്ക് എന്താണ് ആ തിരിച്ചു കൊടുക്കേണ്ടത്. ഏതൊരു മുതലാളി അങ്ങനെ ആവണം എന്നുള്ളതാണ്. നമ്മളെ ജോലിക്കാരാണ് നമ്മൾ ഇത്ര വളർത്തി ഇത്ര വലുതാക്കിയത്. എന്റെ ഉള്ളിലുള്ള വിഷമവും ഇതും ഒരു മുതലാളി എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറി നിന്നിട്ട് എന്താ ഇൻഷുർ കിട്ടിയോ അല്ലെങ്കിൽ ഇവിടെ വേറെ ഒരു സ്റ്റാഫിനെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ മതി, ആരും ഒന്നും പറയാനില്ല. നമ്മൾ തന്നെ പറഞ്ഞാൽ നമ്മളെ മക്കള്, നമ്മള് ഓരോ ഫാമിലി ഒക്കെ ഉള്ള ആ ഡീപ്പ് ബന്ധാണ്. ആ വേദന എന്തായാലും പുറമെയുള്ള ആളുകൾക്ക് എന്തായാലും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പം ഓനാണല്ലോ നമുക്ക് എല്ലാ എന്താ പറയാ ഒരു വണ്ടിയിൽ നിന്ന് തുടങ്ങിയതാ 6 ലോറി ആക്കി തന്നത്.
ഈ സ്റ്റാഫുകളാണ്. അത്രത്തോളം കാലമായി അർജുൻ കൂടി ഉണ്ടല്ലോ. അപ്പോൾ എങ്ങനെയായിരുന്നു അർജുന്റെ ഒപ്പമുള്ള നിങ്ങൾ പലപ്പോഴും ചെലവഴിച്ച സമയങ്ങളൊക്കെ ഓർത്തെടുക്കുന്നത്? ഇവരെയൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് മരക്കച്ചവടമാണല്ലോ നമ്മളത്. അതായത് ഒരു ലോഡ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ചില സമയത്ത് കാട്ടില് കാലാവസ്ഥ മോശമായിരിക്കും, കാട്ടിന്റെ ഉള്ളില് ലോഡ് കയറൂല. അതായത് ദിവസങ്ങളോളം കാട്ടിൽ കിടക്കേണ്ടി വരും. അട്ടന്റെ കടി, മൃഗങ്ങളെ ശല്യം, ഭക്ഷണം ഉണ്ടാക്കി അവിടെ തന്നെ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ലോറി കാട്ടിലിട്ട് വെച്ചിട്ട് നമുക്ക് വരാൻ പറ്റൂല. അപ്പൊ എല്ലാവരും ഫാമിലി ആയി മാതിരിയെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് അവിടെ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില സമയത്ത് നമ്മളെ പാർട്ടികളെ നമ്മൾ മറന്നുപോയിണ്ടാവും. അപ്പൊ എനിക്ക് ഓർമ്മിപ്പിക്കുക, ഈ ലോഡായിട്ട് വരുമ്പോ അർജുനെ ഓർമ്മിപ്പിക്കും. അതായത് മനാഫ്ക നമ്മളെ മറ്റേ പാർട്ടി ഓർക്ക് കൊടുക്കാം, ഞാൻ വിളിക്കട്ടെ എന്ന്. അതായത് ഞാൻ പോലും ഓർക്കലുണ്ടാവില്ല. അങ്ങനെ ഒരു ഇതുണ്ട്. ആ ആളുകൾക്ക് എന്താ പറഞ്ഞാൽ നമ്മളെ ലോഡ് കൊണ്ടുപോയി കൊടുത്ത് ആ കച്ചവടം ചെയ്ത് പോരും. അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതേമാതിരി ചില സ്ഥലത്ത് കാട്ടിൽ ഏതെങ്കിലും ഒരു പാർട്ടിന്റെ കയ്യിൽ നല്ല മരം ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചു പറയും, നമുക്ക് അങ്ങനെ മരം ഉണ്ട്, വില കുറവാണ്, എന്താ ചെയ്യാൻ, നമുക്ക് എടുക്കല്ലേ. അതായത് നമ്മളെ കച്ചവടത്തില് ഇടപെടുന്ന ആൾക്കാരാ. ലക്ഷക്കണക്കിൽ റുപ്യ വണ്ടിയിൽ കൊണ്ടുവരുന്നതാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും വിശ്വാസമാണ്. അങ്ങനത്തെ ഒരു എന്താ പറഞ്ഞ കൂട്ടുകാരന് അല്ലെങ്കിൽ എന്റെ സ്വന്തം അനിയനെ നഷ്ടപ്പെടുക അറിയുമ്പോൾ ആ വേദനാണ് ശരിക്കും എന്താവുന്നത്. ഇവിടുന്ന് വീട്ടിലേക്ക് പോകാൻ വരെ തോന്നാത്തത്. ഇവിടെ തന്നെ നിന്ന് ഓനും കൊണ്ടിട്ട് പോകണമെന്ന് തോന്നുന്നത് അതാണ്. എന്റെ സ്റ്റാഫുകളൊക്കെ ഇപ്പം ഭയങ്കര മാനസിക ഇതിലുള്ളത്. കച്ചവടമൊക്കെ മോശമായി. ഒന്നും ഇപ്പൊ കച്ചവടമില്ല. വണ്ടികളൊക്കെ നിന്നെടുക്കാണ്. ഇതുവരെ അടവുകളൊന്നും തെറ്റിച്ചില്ല. ഇപ്പൊ ഈ പോയ വണ്ടിന്റെ അടവ് വരെ നമ്മളിപ്പോ അടച്ചും കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ശരിക്ക് ഒരു ലോറി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അറിയാത്തവര് പറയാണ്, നമുക്ക് ആ ലോറിന്റെ ഇൻഷുർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് വണ്ടി കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻ കേസ് ഇനി വണ്ടി കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് വെള്ളം കുറയുണ്ടല്ലോ. നമ്മളിവിടെ ചെറുപ്പം മുതലേ ഈ ഇതിൽ തന്നെയാണ് ഉള്ള ആൾക്കാരാ. ഞങ്ങൾക്കറിയാം. ഇതൊരു മാസം 1.5 മാസം കഴിഞ്ഞ് ഭാരതപ്പോയനെ പോലെ ഉള്ളു വറ്റി വരള്ളൂ. അപ്പം കൈക്കോട്ടെടുത്ത് ഇറങ്ങി തോണ്ടി കാണിച്ചു കൊടുക്കാനേ ഉള്ളൂ. എനിക്ക് എന്താണ് നമ്മളിപ്പോ ഈ ഒരു വിഷയത്തില് മൊത്തം കേരളം ജാതിമതം ഒന്നും നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ, നമ്മൾ ഇത്രയും കാലം ഒരു രാഷ്ട്രീയ പാർട്ടിനെയും കുറ്റം പറയാനുമില്ല. എല്ലാവരും നമുക്ക് ഹെൽപ്പേ ചെയ്തിട്ടുള്ളൂ. ഒരു രാഷ്ട്രീയ പാർട്ടി നമ്മൾ ആകെ കുറ്റം പറയുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽ അതോറിറ്റിനാണ്. ഉദ്യോഗസ്ഥന്മാരെ മാത്രമേ നമ്മൾ കുറ്റം പറയൂ. ഒരു രാഷ്ട്രീയ പാർട്ടിനെയും കുറ്റം പറയില്ല. ആര് വന്നില്ലെങ്കിലും ആര് വന്നാലും ഒക്കെ സന്തോഷം. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ കൂടി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർട്ട് ചെയ്തിട്ട് ഇത്രയും നല്ലൊരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തില് എല്ലാ ആളുകളും എവിടൊക്കെ ഉള്ള ആളുകൾ വരെ പള്ളികളിൽ പ്രാർത്ഥിക്കുന്നു, ക്രിസ്ത്യൻ പള്ളിയിൽ പ്രാർത്ഥിക്കുന്നു, മുസ്ലിം പള്ളിയിൽ പ്രാർത്ഥിക്കുന്നു, അമ്പലങ്ങളിൽ പൂജകൾ നടക്കുന്നു. പല ആൾക്കാരും എന്നെ വിളിച്ചിട്ട് പല പൂജകളും പറഞ്ഞു തരുന്നു, അതൊന്ന് ചെയ്തു നോക്കിക്കൂടെ. അങ്ങനെയുള്ള ഒരു വൃത്തിയുള്ള ഒരു നാട്ടില് വളരെ തുച്ഛമായ കുറച്ച് പുഴുക്കള് കേറിയിട്ട് എന്താക്കാണ് ഓരോന്ന് പറയാണ്. തെരച്ചില് ദിശ തെറ്റിച്ചില്ലേ, കുത്തി ഒഴുകണ പുഴയിൽ തെരയണതാണോ നല്ലത്, അല്ലെങ്കിൽ കുറച്ച് മണ്ണുള്ളിടത്താണോ തെരയണത്? നമ്മള് സ്വാഭാവികമായിട്ട് ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഞമ്മക്കറിയാലോ ഈ പുഴ ആ ദിവസങ്ങളിൽ എങ്ങനെ ഒഴുകണെന്ന്. ആ പുഴയിൽ എന്തായാലും ഓന് ജീവനോട് സർവൈവ് ചെയ്യാനുള്ള സാധ്യത എന്റെ അഭിപ്രായത്തിൽ ഒരു 10% പോലും ഇല്ല. പിന്നെ മണ്ണിലാണ് ഉള്ളത്. മണ്ണ് ഇപ്പം പറയുന്നത് 98% മാറ്റിയെന്നാണ്. നിങ്ങൾക്കറിയാലോ മണ്ണ് ഇവിടുന്ന് എത്ര മാറ്റിയിട്ടുണ്ടാവുന്നത്. റോഡ് ക്ലിയർ ചെയ്തിട്ടുള്ളൂ, വേറെ മണ്ണുകളൊന്നും മാറ്റിയിട്ടില്ല. ഇപ്പോഴും ഈ ഭാഗം പല ആളുകളും വന്നിട്ട് ഈ പുഴയോടും റോഡിനോടും എടുത്തുള്ള ഭാഗം നിങ്ങളെ വണ്ടി ഉണ്ട് എന്ന് ഇവിടുത്തെ ലോക്കലുകൾ, ഞാൻ ദിവസവും ഇവിടെ വന്ന് നിൽക്കുന്ന ആളാണല്ലോ. ഈ പുഴയിലെ തെരച്ചിൽ തന്നെയാണ് നമ്മളിപ്പോൾ. അതെ പുഴയാണ് ഇപ്പം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. കാരണം പുഴയിലൊക്കെ പോവാൻ ചാൻസ് ഉള്ളൂ. അല്ല പറയാ ഇവിടെ ഒന്നും തെരഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും ഇപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മണ്ണ് മൊത്തം ഒലിച്ചു വന്നപ്പം പുഴയിലെത്തിണ്ടാവും. ഇപ്പം അത് മാത്രമല്ല അതിന്റെ ശാസ്ത്രീയമായിട്ട് അത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടല്ലോ. എന്തായാലും അനാഫ്ക പറയുന്നത് പോലെ ഒരു ഉടമ അല്ലെങ്കിൽ ഡ്രൈവർ എന്ന ബന്ധത്തിനപ്പുറം സ്വന്തം അനുജൻ. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ നമ്മൾ ഓരോ വിവരങ്ങളും ഇവിടുത്തത് മനാഫുമായി ബന്ധപ്പെട്ടാണ് അറിഞ്ഞിരുന്നത്. അദ്ദേഹം ഇവിടെ ക്യാമ്പ് ചെയ്ത് തന്നെയായിരുന്നു ഇത്തരത്തിൽ ഈ തെരച്ചിലിന് വേണ്ടി വലിയ ശക്തമായ തോതിൽ
ഉയർത്തിയതും. എന്തായാലും ഇൻഷുറൻസ് ലഭിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ലോറി ഇപ്പോൾ കണ്ടെത്തേണ്ട ആവശ്യം അത് ഒന്നുമല്ല. പക്ഷേ അദ്ദേഹത്തിനെതിരെ വലിയ ഒരു ചെറിയ വിഭാഗം ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇതേമാതിരി തന്നെ ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കേണ്ട എനിക്ക് കന്നഡ നന്നായിട്ട് അറിയാം. ഭാഷകൾ ഒരു പ്രശ്നമില്ല. ഞാൻ കേരളത്തിലെ മീഡിയാസിനോട് സംസാരിക്കുന്ന അതിനേക്കാൾ കൂടുതൽ ഞാൻ കർണാടക മീഡിയനോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒരുപാട് തരത്തിലുള്ള ഭീഷണികളും പേടികളും ഒറ്റക്കാണ് ഇവിടെ റൂം എടുത്ത് നിന്ന് പല രാത്രികളിലും കർണാടക ഭാഷയിൽ എന്നെ വിളിച്ചിട്ട് ഈ സ്പോട്ടിലേക്ക് രാത്രി വരാൻ എത്ര കിലോമീറ്റർ ഉണ്ട് അവിടുന്ന് ഇങ്ങോട്ട് വാ, ഇവിടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഇതൊന്നും ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തരണം ചെയ്ത് നിൽക്കുക. ഇതിനേക്കാളും വലുത് ഇനി നാളെ എനിക്ക് ഇവിടെ കച്ചവടം ചെയ്യേണ്ടതാണ് കർണാടകയിൽ കച്ചവടം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഞാൻ കർണാടകക്കാരെ എന്താ പറയാ ഉദ്യോഗസ്ഥന്മാരെ ഒക്കെ ഞാൻ എന്താ പറയാ പിണക്കിയിട്ട് നിൽക്കുകയാണ്. അത് എന്റെ ഭാവിയാണ് ഞാൻ നോക്കണമെങ്കിൽ ഞാൻ ഒരിക്കലും ഇതിനൊന്നും മുതിരൂല. ഞാൻ എന്റെ ഭാവിയും ഇനി മുന്നോട്ടേക്ക് ഞാൻ എന്താവും, എന്റെ ലോറികൾ ഇനി ഇതിലെ പോകണം, എനിക്ക് മരം എടുക്കണം, ഇതൊക്കെ അപകടത്തിലാവുന്ന അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്താവുന്നത് ഇതിന് നിൽക്കുന്നത്. അതാണ് എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് മനാഫ് ഉൾപ്പെടെയുള്ളവർ ഉള്ളത്. കാരണം ഈ ലോറിയുടെ ക്യാബിനകത്ത് അർജുൻ ഉണ്ടാകും എന്ന തരത്തിൽ. ഏതായാലും ഈ തെരച്ചിൽ തുടരട്ടെ, നമുക്കും ആ ഒരു പ്രതീക്ഷയിൽ തന്നെ നിൽക്കാം. KV ബൈജു, ന്യൂസ് 18, ശിരൂർ. ഷിരൂരിൽ നിന്നും KV ബൈജു ആണ് വിവരങ്ങളെല്ലാം നൽകിയത്. എന്നാലും മനാഫൊക്കെ സൂചിപ്പിച്ച പോലെ ലോറിയല്ലല്ലോ അർജുനാണല്ലോ പ്രധാനം. അപ്പോൾ അർജുനെ കണ്ടെത്താൻ നമുക്ക് ഏറ്റവും പെട്ടെന്ന് കഴിയട്ടെ. അത് 29 ദിവസമായി ദുരന്തം സംഭവിച്ചിട്ട്. ആ 29 ദിവസം പിന്നിടുമ്പോൾ ആ കുടുംബത്തിൻ്റെയൊക്കെ ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്കിക്കൂടെ എല്ലാവർക്കും. അപ്പോൾ അവർക്കൊപ്പം നിൽക്കാം. അർജുന് വേണ്ടി ഉള്ള ശ്രമങ്ങൾ അത് ഊർജിതമാക്കാൻ കഴിയട്ടെ. പരമാവധി മിഷണറീസ് കൊണ്ടുവരട്ടെ. ഈ ഏറ്റവും ശാസ്ത്രീയമായി തന്നെ ഈ പുഴയിലെ ഒഴുക്ക് അത് അനുകൂല സാഹചര്യമായി നിൽക്കുന്ന സമയത്ത് തന്നെ അത് പരിപൂർണമായിട്ടും വിജയത്തിലേക്ക് ദൗത്യം എത്തട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. KV ബൈജു ആണ് ഷിരൂരിൽ നിന്നും ചേരുന്നത്. വരും ബുള്ളറ്റിനിലും ബൈജു വിവരങ്ങൾ നൽകുകയും ചെയ്യും. മറ്റൊരു ദുരന്തമാണ് അതിനുശേഷം നമ്മളെ തേടിയെത്തുന്നത്. അതൊരു മഹാദുരന്തമായി മാറിയെന്ന് മാത്രം. അത് വയനാട്ടിലായിരുന്നു. ആ വയനാട്ടിലെ ജനങ്ങൾ, മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ജനങ്ങൾ ഇപ്പോൾ ഒരു അതിജീവന പാതയിലാണ്, കരകയറാനുള്ള ശ്രമത്തിലാണ്. നമ്മൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് അവരെ കരകയറ്റാനുള്ള ശ്രമത്തിലുമാണ്.